പുഷ്പ സിനിമയിലെ അല്ലു അർജുൻ കാളഹസ്തി കോവ കൊടുക്കുന്നൊരു സീൻ ഓർമ്മയുണ്ടോ? അതേ കാളഹസ്തി കോവ കഴിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 73 വർഷം പഴക്കമുള്ള, കറക്റ്റായിട്ട് പറഞ്ഞാൽ 1952 സ്റ്റാർട്ട് ചെയ്ത ശ്രീ കാളഹസ്തി കോർപ്പറേറ്റീവ് മിൽക്ക് സപ്ലൈ സൊസൈറ്റി കാളഹസ്തി, ഇവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആന്ധ്രയിലെ മിൽക്ക് കോവ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് കോവ, ഐസ്ക്രീം, ബാസുണ്ടിയും ബദാം മിൽക്ക്, ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് മിക്ക ആൾക്കാരും ഈ പാൽക്കോവ കഴിക്കുന്ന കൂടെ തന്നെ ഞങ്ങൾ കണ്ടത് ബാസുണ്ടി എന്ന് പറഞ്ഞ സംഭവം കഴിക്കുന്നതാണ്. അത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇത്രയും ഫേമസ് ആയിട്ടുള്ള സംഭവം നമ്മൾ ആന്ധ്ര ചെല്ലുമ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി ട്രൈ ചെയ്യാണ്. സത്യം പറയാമല്ലോ, മിൽക്ക് കോവ എന്ന് പറയുന്ന സംഭവം ഞാൻ അത്രയ്ക്കും കഴിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും ഒന്നും ഫേമസ് അല്ല. നമുക്ക് മിൽക്ക് പേട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മിൽക്ക് കോവ എന്ന സാധനം വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. ഒത്തൻറ്റിക് മിൽക്ക് കോവയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ടേസ്റ്റ് ഇസ് ലൈക്ക് അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല സ്വീറ്റാണ് ശരിക്കും. ടൈം എടുത്ത് പാലിനെ തിക്കൻ ചെയ്ത് ഒരു അയൺ പോട്ടിൽ ഒരുപാട് സമയം സ്ലോ കുക്ക് ചെയ്ത് ബേൺ ചെയ്തെടുക്കുന്നൊരു പ്രോസസ്സ് ത്രൂ ആണ് ഈ മിൽക്ക് കോവ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിലേക്ക് വെക്കുമ്പം നെയ്യുടെയും പാലിൻ്റെയും ഒക്കെ വളരെയധികം നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബാസുണ്ടി. ശരിക്കും നമ്മുടെ റബഡി എന്നൊക്കെ പറയില്ലേ, ഹിന്ദിയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന റബഡി പോലത്തെ ഒരു സംഭവമാണിത്. സെയിം കുറുക്കി പാല് കുറുക്കി തിക്കൻഡ് മിൽക്ക് ആക്കുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. അത് എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതെന്ന് എനിക്കത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര സ്വീറ്റ് അല്ലാത്ത ഒരു നോർമൽ സ്വീറ്റനിങ് മാത്രമുള്ള ഭയങ്കര ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു മിൽക്ക് പ്രോഡക്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ സൂപ്പർ. നെക്സ്റ്റ് അവിടെ എല്ലാവരും കണ്ടതാണ് ബദാം മിൽക്ക്. ബദാം മിൽക്ക് ഇസ് വെരി എന്താ പറയുക, വെരി നോർമൽ ആയിട്ടുള്ള കാര്യമാണിപ്പോൾ. ഇപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ബദാം മിൽക്ക് പൊടി വാങ്ങിച്ചിട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ ബദാം മിൽക്ക് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ബദാം മിൽക്ക് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ യൂഷ്വലി കഴിച്ചു വരുന്ന ബദാം മിൽക്കിൻ്റെ ഒരു ടേസ്റ്റേ അല്ല. നമ്മൾ ഒന്ന് വാങ്ങി പിന്നെയും നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ടെംപ്റ്റ് ചെയ്യിക്കുന്ന ഒരു ബദാം മിൽക്കാണ്. ദാറ്റ് ടു നോട്ട് ദാറ്റ് സ്വീറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് 2 പാക്കറ്റ് മിൽക്ക് കോവ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. എപ്പോഴെങ്കിലും തിരുപ്പതി പോയിട്ട് കാളഹസ്തി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഓട്ടോ പിടിച്ചൊരു 50 രൂപ കൊടുത്താൽ മതി ഈ ഒരു സൊസൈറ്റിയിൽ പോകാനായിട്ട്. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് സ്വീറ്റ് ആൻഡ് ഡെലീഷ്യസ് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രം ദെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.